പശ്ചിമേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളെ വീണ്ടും കടുത്ത ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇറാഖിന്റെ വടക്കൻ മേഖലയായ കുർദിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ വൻ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാഖിലെ അർബിൽ നഗരത്തിന് പുറത്തുള്ള തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇത്തവണ ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണമുണ്ടായത്. അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇറാനിയൻ വിരുദ്ധ കുർദിഷ് സായുധ ഗ്രൂപ്പുകളെ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ അതിർത്തി കടന്ന് കനത്ത പ്രഹരമേൽപ്പിച്ചത്. അർബിലിലെ ദാരാ ഷക്രാൻ ക്യാമ്പിന് പുറത്തുള്ള ചംശരൻ മേഖലയിലാണ് ഇറാന്റെ മിസൈലുകളും റോക്കറ്റുകളും പെയ്തിറങ്ങിയത്. ഇറാനിലെ ഭരണകൂടത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന പ്രതിപക്ഷ സംഘടനയായ കോമല പാർട്ടിയുടെ സായുധ വിഭാഗമായ കുർദിസ്ഥാൻ നാഷണൽ ആർമിയുടെ പ്രധാന താവളങ്ങളാണ് ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ താവളങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചായിരുന്നു ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും സൈനിക ആസ്തികൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ഈ പുതിയ ആക്രമണ പരമ്പര പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. അത്യന്തം ആസൂത്രിതമായാണ് ഇറാൻ ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. ഇതിനു മുന്നോടിയായി 4 മാരകമായ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇതേ മേഖലയിലെ തന്ത്രപ്രധാനമായ മറ്റു ചില കേന്ദ്രങ്ങളിലും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഈ ആദ്യഘട്ട ആക്രമണത്തിലൂടെ കുർദിഷ് സേനയുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത ശേഷമാണ് ചംശരൻ മേഖലയിലെ പ്രധാന താവളങ്ങൾക്ക് നേരെ IRGC വലിയ തോതിലുള്ള മിസൈൽ വേട്ട നടത്തിയത്. ഇത് ശത്രുപക്ഷത്തെ പൂർണ്ണമായും അമ്പരപ്പിച്ചു കളഞ്ഞു. അമേരിക്കൻ സഖ്യസേനയുടെ വലിയൊരു താവളം സ്ഥിതി ചെയ്യുന്ന അർബിലിന് തൊട്ടടുത്ത് വെച്ചാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത് എന്നത് അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത്. കുർദിസ്ഥാൻ നാഷണൽ ആർമിക്ക് സാമ്പത്തികവും സൈനികവുമായി സഹായങ്ങൾ നൽകുന്നത് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണെന്നാണ് ടെഹ്റാൻ ആരോപിക്കുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത സുരക്ഷാ മേധാവിയായി മുഹമ്മദ് ബാഗർ സോൾഖാദർ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു കടുത്ത സൈനിക നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ചർച്ചകൾക്കും നയതന്ത്രത്തിനും കാത്തിരിക്കാതെ ശത്രുക്കളുടെ താവളങ്ങൾ നേരിട്ട് തകർക്കുക എന്ന കടുത്ത സൈനിക ശൈലിയാണ് പുതിയ നേതൃത്വം സ്വീകരിക്കുന്നതെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ അർബിൽ ആക്രമണം. വർഷങ്ങളായി ഇറാനിലെ ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരെ സായുധ പോരാട്ടം നടത്തുന്ന സംഘടനയാണ് കോമല പാർട്ടി. ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തികളിൽ അസ്ഥിരതയുണ്ടാക്കാനും ആഭ്യന്തര കലാപങ്ങൾക്ക് തിരികൊളുത്താനും ഈ സംഘടന ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇറാൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ സ്വയംഭരണ സംവിധാനത്തിന്റെ തണലിലാണ് ഇവർ തങ്ങളുടെ സൈനിക ക്യാമ്പുകൾ നിലനിർത്തുന്നത്. ഇറാഖ് സർക്കാരിനെ സംബന്ധിച്ച് ഇറാന്റെ ഈ കടന്നുകയറ്റം വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങളുടെ മണ്ണിൽ ഒരു വിദേശ രാജ്യം വന്ന് ആക്രമണം നടത്തുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ബാഗ്ദാദിലെ ഭരണകൂടം ആരോപിക്കുന്നു. ആക്രമണം നടന്ന ദാരാ ഷക്രാൻ ക്യാമ്പിന് സമീപം വലിയ തോതിലുള്ള സിവിൽ ജനസംഖ്യയും കുർദിഷ് അഭയാർത്ഥികളും താമസിക്കുന്നുണ്ട്. മിസൈലുകൾ പാഞ്ഞുവന്ന് പതിക്കാൻ തുടങ്ങിയതോടെ ഈ ജനവിഭാഗങ്ങൾ കടുത്ത ഭീതിയിലായിരിക്കുകയാണ്. ഏത് നിമിഷവും തങ്ങളുടെ വീടുകൾക്ക് മുകളിലും ബോംബുകൾ വീണേക്കാമെന്ന ഭയത്താൽ പലരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. കുർദിസ്ഥാൻ മേഖലയിലെ പ്രാദേശിക ഭരണകൂടമായ കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെന്റ് ഇറാന്റെ ഈ ക്രൂരമായ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. നിരായുധരായ ആളുകൾ താമസിക്കുന്ന ക്യാമ്പുകൾക്ക് സമീപം ഇത്തരമൊരു സൈനിക നടപടി നടത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് അവർ വാദിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ സംഘർഷം കൂടുതൽ കടുത്തതാകാനാണ് സാധ്യത. തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് കുർദിസ്ഥാൻ നാഷണൽ ആർമി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ ഉള്ളിലേക്ക് കടന്ന് ഗറില്ല ആക്രമണങ്ങൾ നടത്താൻ അവർ തങ്ങളുടെ സായുധ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. അമേരിക്കൻ സൈനിക നിരീക്ഷകർ അർബിലിലെ ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വിശകലനം ചെയ്യുന്നത്. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളെ ഇറാൻ ലക്ഷ്യം വെക്കുമ്പോൾ അത് തടയാൻ അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നത് ചർച്ചയായിട്ടുണ്ട്. ഈ ആക്രമണം പശ്ചിമേഷ്യയിൽ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. സിറിയ, യമൻ, ലബനൻ എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ ഇറാഖും ഇറാന്റെ നേരിട്ടുള്ള സൈനിക നടപടികളുടെ വേദിയായി മാറിയിരിക്കുകയാണ്. ഒന്നിലധികം മുന്നണികളിൽ ഒരേ സമയം യുദ്ധം ചെയ്യാനുള്ള ഇറാന്റെ സൈനിക ശേഷിയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ആഗോള രാഷ്ട്രീയത്തിലും അർബിൽ ആക്രമണം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്.
ഇറാഖിന്റെ പരമാധികാരത്തെ മാനിക്കണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ തങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നാണ് ഇറാന്റെ നിലപാട്. റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ ഇറാന് പരോക്ഷമായി പിന്തുണ നൽകുന്നുണ്ടെന്നാണ് സൂചനകൾ. കുർദിഷ് ജനതയുടെ സ്വതന്ത്ര രാഷ്ട്രവാദത്തെ അടിച്ചമർത്താൻ ഇറാനും തുർക്കിയും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. ഇറാഖിന്റെ വടക്കൻ മേഖലകളിൽ തുർക്കിയും നിരന്തരമായി കുർദിഷ് താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്താറുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ശക്തമായ ആക്രമണങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. കടലിൽ അമേരിക്കയുടെ ഏറ്റുമുട്ടുന്നതിനൊപ്പം തന്നെ കരയിൽ തങ്ങളുടെ എതിരാളികളെ ഒതുക്കി നിർമ്മലമായ ഒരു പ്രതിരോധ വലയം തീർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇറാഖിലെ ബാഗ്ദാദ് ഭരണകൂടം ഈ വിഷയത്തിൽ ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി തങ്ങളുടെ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാഖിന്റെ മണ്ണിലിരുന്ന് ഇറാനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ തുരത്തുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് IRGC നൽകിയ മറുപടി. കോമല പാർട്ടിയുടെ സൈനിക താവളങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ പാശ്ചാത്യ നിർമ്മിതമായ അത്യാധുനിക ആയുധങ്ങളും ആശയവിനിമയ ഉപകരണങ്ങളും കണ്ടെത്തിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഇറാനിൽ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും ഈ ഗ്രൂപ്പുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്നാണ് അവരുടെ വാദം. വരും മണിക്കൂറുകളിൽ അർബിൽ മേഖലയിൽ കൂടുതൽ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ വർഷങ്ങളും ഉണ്ടായേക്കുമെന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ. IRGC തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ അതിർത്തിയിലേക്ക് മാറ്റി സ്ഥാപിച്ചതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപാദന മേഖലകൾക്ക് തൊട്ടടുത്താണ് ഈ സംഘർഷങ്ങൾ നടക്കുന്നത് എന്നത് ആഗോള സാമ്പത്തിക രംഗത്തെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖല എണ്ണ സമ്പന്നമായ പ്രദേശമാണ്. ഇവിടെ ഉണ്ടാകുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ എണ്ണ വിതരണത്തെ ബാധിച്ചാൽ അത് ആഗോള വിപണിയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തെക്കുറിച്ച് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങളുടെ സഖ്യകക്ഷികളെ തൊട്ടുകളിച്ചാൽ ഇറാനെ അനുവദിക്കില്ലെന്നും മേഖലയിലെ US സൈന്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പലസ്തീൻ, ലെബനൻ വിഷയങ്ങളിൽ ഇസ്രയേലിനെതിരെ പോരാടുന്നതിനൊപ്പം തന്നെ സ്വന്തം അതിർത്തി സുരക്ഷ ഉറപ്പാക്കാനും ഇറാൻ കാണിക്കുന്ന ഈ അമിത താൽപര്യം അവരുടെ സൈനിക സജ്ജതയുടെ തെളിവാണ്. കുർദിസ്ഥാൻ നാഷണൽ ആർമിയുടെ തകർച്ച മേഖലയിലെ മറ്റ് ഇറാൻ വിരുദ്ധ ഗ്രൂപ്പുകൾക്കും വലിയൊരു മുന്നറിയിപ്പാണ്. ഇറാന്റെ മണ്ണിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും അവരുടെ താവളങ്ങളിൽ കയറി തകർക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം പ്രാവർത്തികമാവുകയാണ്. അർബിലിൽ കുർദിഷ് താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഈ അപ്രതീക്ഷിത മിസൈൽ പ്രഹരം പശ്ചിമേഷ്യയെ കൂടുതൽ സങ്കീർണമായ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. അമേരിക്കൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ തകർത്തുകൊണ്ട് IRGC തങ്ങളുടെ കരുത്ത് തെളിയിക്കുമ്പോൾ മേഖലയിലെ ശക്തി പ്രകടനങ്ങൾ പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ പൂർണ്ണമായി മാറ്റിമറിച്ചേക്കാം. അന്താരാഷ്ട്ര സമൂഹം കനത്ത ആശങ്കയോടെയാണ് വടക്കൻ ഇറാഖിൽ നിന്നുള്ള ഈ യുദ്ധവാർത്തകളെ നോക്കിക്കാണുന്നത്.